ഓക്കെ, അപ്പം നിങ്ങളുടെ ബുക്ക് എടുത്ത് വെച്ചോളൂ, ഫ്രണ്ടിലോട്ട് വെച്ചോളൂ, ബുക്ക് എടുത്ത് വെച്ചോളൂ. നമ്മൾ ആ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ഷെയർ സ്ക്രീനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. നോക്കിക്കോളൂ. അപ്പം സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 2-ൽ സെലീനയുടെ ഇതിനകത്ത് പേജ് നമ്പർ 2-ൽ മോഡേൺ പീരിയോഡിക് ടേബിൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടോ അതിനകത്ത് എത്ര ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് എണ്ണി നോക്കി എത്ര ഗ്രൂപ്പ് ഉണ്ട്. അതായത് വേർട്ടിക്കൽ കോളത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുക, അല്ലേ? ഹൊറിസോണ്ടൽ റോസിന് നമ്മൾ എന്തെന്ന് പറയും? പീരീഡ് എന്നും പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഓരോ ഞാൻ നമ്മുടെ മിഷേൽ നോക്കുന്നുണ്ടോ, ബുക്ക് നോക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം നോക്കിക്കോളൂ. അപ്പം മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 വേർട്ടിക്കൽ കോളംസ് ആണുള്ളത്. ആ 18 വേർട്ടിക്കൽ കോളംസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതായത് 18 വേർട്ടിക്കൽ കോളംസിന് നമ്മൾ ഗ്രൂപ്പ് എന്നാണ് പറയുക. അപ്പോൾ ആ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നാണ്. അതിനകത്ത് ഹൈഡ്രജൻ ഒഴികെ ബാക്കിയുള്ള എല്ലാം എന്താണ്? ആൽക്കലി മെറ്റലാണ്. ഏതൊക്കെയാണ്? ലിഥിയം ഉണ്ട്, പിന്നെന്താ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഇതെല്ലാം എന്താണ്? ആൽക്കലി മെറ്റൽ എന്നാണ് പറയുന്നത്. അത് ഗ്രൂപ്പ് 1 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തെ അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് നെയിം ഇപ്പം നമുക്കൊക്കെ വീട്ടുപേരുള്ള പോലെ തന്നെ ഇവരുടെയും വീട്ടുപേരാണ് ആ ഗ്രൂപ്പ് നെയിം എന്ന് പറയുന്നത്. അങ്ങനെ സങ്കല്പിച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നാണ്. അതെന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവരാരൊക്കെ ഉണ്ട് അതിനകത്ത്? ബെറിലിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, സ്ട്രോൺഷ്യം ഉണ്ട്, ബേരിയം ഉണ്ട്, റേഡിയം ഉണ്ട്, ആണല്ലോ. ഇനി ഈ രണ്ടാൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആൽക്കലി മെറ്റൽസ് വാട്ടറുമായിട്ട് സ്ട്രോങ് ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പ്ലസ് 1 നിങ്ങൾ 9th എല്ലാം പഠിച്ചിട്ടുണ്ടോ? ആൽക്കലിയെ പറ്റി പഠിച്ചിട്ടുണ്ടോ മിഷേൽ? ആൽക്കലി ഉണ്ട്. എന്താ ആൽക്കലി? ആസിഡും ബേസും പഠിച്ചാണോ? ഓക്കെ, അതായത് വെള്ളത്തിൽ ഡിസോൾവ് ആകുന്ന ബേസിനെയാണ് നമ്മൾ ആൽക്കലി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഈ ആൽക്കലി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവര് സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലീസ് ഫോം ചെയ്യും. ഇതുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ്? വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആൽക്കലി മെറ്റൽ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ആൽക്കലൈൻ എർത്ത് മെറ്റലിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വീക്കർ ആയിരിക്കും. ഓക്കെ, വീക്കർ ആൽക്കലീസ് ആയിരിക്കും. ഇനി ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള ആൾക്കാരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? ട്രാൻസിഷൻ എലമെന്റിന്റെ പ്രത്യേകത എന്താ? ഞാൻ ഇവിടെ കാണിക്കാം, നോക്കിക്കോളൂ. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ. ഇതിനകത്ത് ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഞാൻ കാണിക്കുന്ന കണ്ടോ, ഇപ്പോൾ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഇവരെ ഹൈഡ്രജൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും ആൽക്കലി മെറ്റൽ എന്നും, ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, ഇതിനെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നും പറയുന്നു. പിന്നീട് ഗ്രൂപ്പ് 3 ഇതാണ്. സ്കാൻഡിയം, ഇട്രിയം, അതേപോലെ തന്നെ ലന്താനം, ആക്ടിനിയം. ലന്താനം ആക്ടിനിയം നോക്കണ്ട കേട്ടോ, അത് വേറൊരു ഗ്രൂപ്പാണ്. അപ്പം ഈ ഗ്രൂപ്പ് 3 സ്കാൻഡിയം തൊട്ട് ഇങ്ങോട്ട് ഗ്രൂപ്പ് 12 വരെ, സിങ്കിന്റെ ഗ്രൂപ്പ് വരെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുന്നത് അറിയാം? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ? അത് അവരുടെ ഒരു പ്രത്യേകത. ഓൾ എലമെന്റ്സ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ആർ മെറ്റൽസ്. അവരുടെ പ്രത്യേകത എല്ലാവരും എന്ത് തന്നെയാണ്? മെറ്റൽസ് ആണ്. അതേപോലെ തന്നെ എന്താണ്? ദേ ഹാവ് ദെയർ 2 ഔട്ടർമോസ്റ്റ് ഷെൽ ഇൻകംപ്ലീറ്റ്. അതായത് 2 ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 2 അത് നിങ്ങൾക്ക്
നമ്മുടെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ നമുക്ക് ഈ ഡി ബ്ലോക്കിനെ പറ്റി പഠിക്കാനില്ല. ഡി ബ്ലോക്കിനെ പറ്റി മറ്റേ എന്താ കോൺഫിഗറേഷൻ ഒന്നും വെച്ച് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ പ്ലസ് വൺ ഹയർ ക്ലാസ്സസിൽ നിങ്ങൾ പഠിക്കും എന്താണ് അവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഫില്ല് ആകത്തില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഇപ്പം ഓക്സിജൻ ഇതാക്കുമ്പോൾ 2 6 കംപ്ലീറ്റ്ലി ഫിൽഡാണ്. പക്ഷേ ഇവരുടെ കേസിൽ വരുന്ന സമയത്ത് ഇവർ കംപ്ലീറ്റ്ലി ഫില്ല് ആകത്തില്ല. ലാസ്റ്റ് 2 ഷെല്ലും കംപ്ലീറ്റ്ലി ഫില്ല് ആകത്തില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെ ഗ്രൂപ്പ് 13 നോക്കിയേ. ഈ 13 ഗ്രൂപ്പ് ഇനിയുള്ള ഗ്രൂപ്പുകളെല്ലാം അവരുടെ ഫസ്റ്റ് മെമ്പറിൻ്റെ പേര് വെച്ചിട്ടാണ് പറയുന്നത്. ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലി, ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി, ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി, ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി. അതേപോലെ തന്നെ ഗ്രൂപ്പ് 16 വേറൊരു പേരൂടെ പറയും, ചാൽക്കോജൻസ് എന്നും പറയും. എന്താണ് ചാൽക്കോജൻസ് എന്ന് പറയും? പഠിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീനിങ് അതായത് ഓർ ഫോമിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അതിൽ നിന്നാണ്, ആ ഓറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓർ ഫോമിങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ചാൽക്കോജൻസ് എന്ന് പറയുന്നത്. അപ്പം ഓക്സിജൻ ഉണ്ടാകുന്ന ഓക്സൈഡുകളെല്ലാം കൂടുതലും ഓർ ഫോമിങ്ങിന് അല്ലെങ്കിൽ ഓർ ആയിട്ട് നമ്മൾ എടുക്കുന്ന ടൈപ്പ് കോമ്പൗണ്ടുകളാണ് ഈ ഓക്സിജൻ ഫാമിലിയിൽ വിടുന്നത്. ഇനിയും അടുത്തത് 17ാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാമിലിയാണ് ഹാലോജൻസ് എന്ന് പറയും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. അതേപോലെ അസ്റ്റാറ്റിൻ നമുക്ക് ഈ അയഡിൻ വരെ പഠിക്കാനുള്ളൂ, പിന്നീട് ഇങ്ങോട്ടുള്ളത് നമുക്ക് ആവശ്യമില്ല. അപ്പം അതിനെ നമ്മൾ ഹാലോജൻസ് എന്ന് പറയും. ആ ഹാലോജൻസ് എന്ന് പറയുമ്പോൾ സോൾട്ട് ഫോമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സോൾട്ട് ഫോമേഴ്സ് ഓർത്ത് വെച്ചോണം. ഹാലോജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സോൾട്ട് ഫോമേഴ്സ്. ഇപ്പം നോക്കി, ക്ലോറിൻ നമ്മൾ വീട്ടിൽ കറിക്കകത്തൊക്കെ ഇടുന്ന ഉപ്പ് എന്താ? NaCl. സോഡിയവും ക്ലോറിനും കൂടെ ചേർന്നതാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നത്? ഉപ്പായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലേ? കറി ഉപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സോൾട്ട് ഫോമറാണ്. എന്താ കാരണം? ക്ലോറിന് സോഡിയമായിട്ട് ചേർന്നപ്പോൾ ഒരു സോൾട്ട് ഉണ്ടായി. ഇനി ക്ലോറിൻ കാൽസ്യമായിട്ട് ചേർന്നാൽ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാവും, അതും സോൾട്ടാണ്. ക്ലോറിൻ മഗ്നീഷ്യമായിട്ട് ചേർന്നാൽ മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവും, അതും ഒരു സോൾട്ടാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഹാലജൻസിനെ സോൾട്ട് ഫോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനിയും അടുത്തായിട്ട് പറയുന്ന സമയത്ത് എലമെന്റ്സ് ഓഫ് നോക്കി, അതെല്ലാം മാർക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. അതെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാനുള്ളതാണ്. ഗ്രൂപ്പ് 1 പറ്റി പഠിക്കുക, അതായത് ഗ്രൂപ്പ് 2 എന്താണെന്ന് പഠിക്കുക. ഗ്രൂപ്പ് 3 തൊട്ട് 13 വരെ അവർ എന്താ വിളിക്കുന്നതെന്ന് പഠിക്കുക. 12 വരെ 13ാമത്തെ ഫാമിലി, 14, 15, 16, 16ന്റെ വേറെ പേര് പഠിക്കുക. അതേപോലെ 17, 17ന്റെയും വേറെ പേര് പഠിക്കുക. ഓക്കെ ആണല്ലോ? ഇനിയും നമ്മൾ കുറച്ചുകൂടെ എന്താ സൂം ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നോക്കിക്കോളൂ. The elements of group 1, 2, 13, 14, 15, 16, 17 have 1, 2, 3, 4, 5, 6. അതിനകത്ത് നോക്കിക്കോണേ, ഞാൻ വായിക്കുന്നത് നോക്കണം, ബുക്കിനകത്ത് നോക്കണം. 1, 2, 3, 4, 5 and 5, 6 and 7 electron in their valence shell. എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ മോസ്റ്റ് ഷെൽ. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ. ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. എൻ്റെ ഈ സ്ക്രീനകത്ത് നോക്കിക്കോളൂ. ഇപ്പോൾ സോഡിയം എടുക്കുകയാണ്. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. കോൺഫിഗറേഷൻ എന്താ? 2, 8, 1. ഔട്ടർ മോസ്റ്റ് ഷെൽ എത്ര? 1. അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പിലെ മഗ്നീഷ്യം എടുക്കുകയാണ്. 12. എത്രയാണ്? 2, 8, 2. ഔട്ടർ മോസ്റ്റ് ഷെൽ എത്രയാണ്? 2. ഇനി മൂന്നാമത്തെ ഷെൽ എടുക്കുകയാണ്. മൂന്നാമത്തെ അല്ല, 13ാമത്തെ ഗ്രൂപ്പ് എടുക്കുകയാണ്. 13ാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് അലൂമിനിയം. 13. 2, 8, 3 ആണ്. ഇനി 14ാമത്തെ ഗ്രൂപ്പ് എടുക്കുകയാണ്. 14ാമത്തെ ഗ്രൂപ്പ് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് സിലിക്കൺ എടുക്കാം. സിലിക്കൺ 14. അപ്പോൾ എത്രയാണ്? 2, 8, 4. ഇനി അടുത്തത് 15ാമത്തെ ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഫോസ്ഫറസ് 15, 2, 8, 5. അടുത്ത 16ാമത്തെ ഗ്രൂപ്പ് എടുക്കുമ്പോഴത്തേക്കും സൾഫർ 16, 2, 8, 6. അടുത്ത 17ാമത്തെ ഗ്രൂപ്പ് എടുക്കുമ്പോഴത്തേക്കും ക്ലോറിൻ 17. എത്രയാണ്? 2, 8, 7. കണ്ടോ? അപ്പം ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് നോക്കി. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളതിന് 1 ആണ്, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളതിന് 2 ആണ്, 13ാമത്തെ ഗ്രൂപ്പുള്ളതിന് 3, 14ന് 4, 15ന് 5, 16, 4, 17ന് 7 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അങ്ങനെയും കണക്ട് ചെയ്യാം. അങ്ങനെയാണ് ഗ്രൂപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവരെല്ലാം പറയുന്ന പേരെന്താണെന്നറിയോ? ദേ ആർ നോൺ ആസ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് അഥവാ നോർമൽ എലമെന്റ്സ് എന്ന് വിളിക്കും. നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ലാബിൽ ചെയ്യുന്ന ഒരു 10ൽ 5 ആൾക്കാരും ഇപ്പം ഇത്രയും പറഞ്ഞ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ആളാണ് NaCl, സോഡിയം ക്ലോറൈഡ്. അപ്പം സോഡിയം ക്ലോറൈഡ് ഫസ്റ്റ് ഗ്രൂപ്പിലും 17ാമത്തെ ഗ്രൂപ്പിലുള്ള ആളെ വെച്ചിട്ടാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് അവരെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ് എന്ന് വിളിക്കാൻ കാരണം അതാണ്. അതായത് നമ്മളിപ്പോൾ ലാബിലോ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിലോ നോക്കി കഴിഞ്ഞാൽ ഒരു 10 കോമ്പൗണ്ട് നോക്കി കഴിഞ്ഞാൽ 5 കോമ്പൗണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ പെടുന്ന എലമെന്റുകളെ പറ്റിയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അവരെ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ് എന്ന് വിളിക്കും, നോർമൽ എലമെന്റ് എന്ന് വിളിക്കും. ഇനിയും അടുത്തത് ദി
outermost shell of all the elements of these groups are incomplete. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇത്രയും വരച്ചതിനകത്ത് എല്ലാം ഇൻകംപ്ലീറ്റ് ആണ്. ശരിക്കും കംപ്ലീറ്റ് ആവണമെങ്കിൽ എത്ര വരണം? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒന്നെങ്കിൽ 2 വരണം ഹൈഡ്രജന്റെ ഹീലിയത്തിന്റെയും കേസിൽ, ബാക്കിയുള്ള ഏത് എലമെന്റ്സിന്റെ കേസിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര വരണം? 8 ഇലക്ട്രോൺസ് വന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതിനെ നമ്മൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്നാണ് പറയുക. ഓക്കെ ആണല്ലോ. എന്നാൽ ഇത്ര എഴുതിയ ആൾക്കാർ ആരെങ്കിലും ഒക്ടറ്റ് ഉണ്ടോ മിഷേലെ? ഇല്ല. ഇല്ല. അപ്പം ഒക്ടറ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുണ്ട്. അവരെ നമ്മൾ ഇനേർട്ട് ഗ്യാസ് അഥവാ നോബിൾ ഗ്യാസ് എന്നാണ് പറയുന്നത്. 18ാമത്തെ ഗ്രൂപ്പാണ്. 18ാമത്തെ ഗ്രൂപ്പ് രണ്ട് ഈ അറ്റത്ത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡൺ ഇവരാണ്. ഓക്കെ ആണല്ലോ. ഇവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. ഏതാ? അത് ഓർഗനസോൺ എന്ന് പറയും. ഓർഗനസോൺ എന്ന് പറയും. അത് നമുക്ക് പഠിക്കാനില്ല. നമുക്കാകെ മാക്സിമം ഒരു 20 എലമെന്റുകളെ പറ്റി പഠിച്ചാൽ മതി. പിന്നെ കുറച്ചുകൂടെ അങ്ങേയറ്റം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 എലമെന്റിനെ പറ്റി 30 എലമെന്റിനെ പറ്റി പഠിക്കാനില്ല. പ്ലസ് 1 വരുമ്പോഴേ 30 എലമെന്റിനെ പറ്റി പഠിക്കാനുള്ളൂ. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ മുകളിലോട്ടുള്ള 1-2 എലമെന്റ്സ്, ഇപ്പോൾ ബേരിയം, അതേപോലെ സീസിയം, ഫ്രാൻസ്, അങ്ങനെയുള്ള കുറച്ച് അതിനെപ്പറ്റി അറിഞ്ഞിരുന്നാൽ മതി. അല്ലാതെ ഇന്ന് അതിൻ്റെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. 20 എണ്ണം മസ്റ്റായിട്ടും പഠിക്കണം. ഓക്കെ, 30 എണ്ണം വരെ ആവാം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി നമുക്ക് പറയാനുള്ളത് പീരീഡിനെ പറ്റിയാണ്. അല്ല സോറി, ഇത് പറഞ്ഞില്ലല്ലോ കംപ്ലീറ്റ്. അതായത് നമ്മൾ പറഞ്ഞു നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ഇതിനകത്ത് ഏത് എലമെന്റ് എടുത്ത് നോക്കിയോ. ഇപ്പോൾ ഹീലിയം എടുക്കുകയാണ്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2, മാസ് നമ്പർ 4, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, ഒറ്റ ഷെല്ലേ ഉള്ളൂ. ആ ഷെല്ലിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇവൻ നോബിൾ ഗ്യാസ് ആണ്, അഥവാ ഇനേർട്ട് ഗ്യാസ്. അടുത്തത് അതിന്റെ തൊട്ട് താഴെയുള്ള ആർഗൺ എടുക്കുകയാണ്. ആർഗൺ അല്ല, നിയോൺ എടുക്കുകയാണ്. നിയോൺ എന്ന് പറയുമ്പോൾ 10, 19 അല്ലെങ്കിൽ 10, 20 എന്ന് കൊടുക്കാം. അപ്പം അറ്റോമിക് നമ്പർ 10 ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ 10 എണ്ണം എന്ന് അർത്ഥം. 2, 8 ആണ്. കണ്ടോ, 8 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇനി അടുത്ത ആർഗൺ എടുക്കുവാണെങ്കിൽ 2, 8, 8 ആണ്. അപ്പം നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ഇനേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇനേർട്ട് എന്ന് പറയുമ്പോൾ ദേ വിൽ നോട്ട് റിയാക്ട് വിത്ത് എനിബഡി. അതായത് ഇനേർട്ട് ആണ്. അവര് എന്താണ്? ആരുമായിട്ടും റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അവരെ ഇനേർട്ട് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? റിയാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും ആലോചിച്ചോണം. കെമിസ്ട്രിയിൽ ഒരു റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ ഒന്നെങ്കിൽ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യണം. എന്തിനാ ഗെയിൻ ചെയ്യുന്നത്? സ്റ്റേബിൾ ആവാൻ വേണ്ടി. അപ്പം ഇവിടെ ഓൾറെഡി സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അവർ സ്റ്റേബിൾ ആണ്. അപ്പോൾ ഓൾറെഡി സ്റ്റേബിൾ ആണെങ്കിൽ പിന്നീട് ഇലക്ട്രോൺസിനെ കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അതുകൊണ്ടാണ് ഇവരെ എന്തെന്ന് വിളിക്കുന്നത്? ഇനേർട്ട് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവർ ആരുമായിട്ടും എന്ത് ചെയ്യത്തില്ല? റിയാക്ട് ചെയ്യത്തില്ല. ക്ലിയർ ആണോ മിഷേൽ? ക്ലിയർ ആണോ? അതെ. ഓക്കെ, ഇനിയും നമ്മൾ എന്താണ് പീരീഡിനെ പറ്റി പറയാം. നമ്മൾ ഇതുവരെ ഗ്രൂപ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇതുണ്ട്, ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രജനും ഹീലിയവും ഒരു പീരീഡിലാണ്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ ഒരു പീരീഡാണ്. സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ ഇതൊരു പീരീഡാണ്. അതേപോലെ തന്നെ പൊട്ടാസ്യം, കാൽസ്യം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം ഇതെല്ലാം ഒരു പീരീഡാണ്. അതേപോലെ റുബീഡിയം ഇതെല്ലാം ഒരു പീരീഡാണ്. അപ്പം അവിടെ 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയും ഷെല്ലാണ് തീരുമാനിക്കുന്ന അവൻ്റെ പീരീഡ്. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഹൈഡ്രജൻ, നമുക്കിത് വരച്ച് കാണിക്കാം. ഹൈഡ്രജൻ എത്ര ഷെല്ലുണ്ട്? ഹൈഡ്രജൻ ഒരു ഷെല്ലേ ഉള്ളൂ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഹൈഡ്രജൻ്റെ തൊട്ട് താഴെ ആരാ? ലിഥിയം എന്ന് പറയുമ്പം ആറ്റോമിക് നമ്പർ 3 ആണ്. അപ്പം ഒന്നാമത്തെ ഷെല്ലിൽ എത്ര? 2 എണ്ണം, രണ്ടാമത്തെ ഷെല്ലിൽ 1 എണ്ണം, ഇല്ലേ? അപ്പോൾ ഇവിടെ 2 ഷെല്ലായി. അതുകൊണ്ട് അതിൻ്റെ പീരീഡ് 2 ആയി. മൂന്നാമത്തേത് സോഡിയം എന്ന് പറയുമ്പോൾ 11, 2, 8, 1 ആണ്. അപ്പോൾ നോക്കിയേ, 1 ഷെല്ല്, 2 ഷെല്ല്, 3 ഷെല്ല്. 3 ഷെല്ലായതുകൊണ്ട് അതിൻ്റെ പീരീഡ് എത്രയായി? 3 ആയി. മനസ്സിലായോ? ഇനി നാലാമത്തെ നോക്കുവാണെങ്കിൽ അടുത്തത് പൊട്ടാസ്യമാണ്, ഇല്ലേ? K 19 ആണ്. 2, 8, 8, 1 ആണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ എന്താണ്? അവന് നാലാമത്തെ പീരീഡിലാണ് അവൻ പെടുന്നതെന്ന് അർത്ഥം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ലിൻ്റെ എണ്ണമാണ് എന്ത് തീരുമാനിക്കുന്നത്? പീരീഡിൻ്റെ, അവരേത് പീരീഡിലാണ് ബിലോങ് ചെയ്തിരിക്കുന്നതെന്ന് തീരുമാനിക്കുന്ന ഷെല്ലിൻ്റെ എണ്ണമാണ്. അതാണ് അവിടെ ആ പച്ച ഇതിൽ ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ഷെൽ റെപ്രസെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെൽ പ്രസൻറ്റ് ഇൻ ആൻ ആറ്റം ഡിറ്റർമൈൻസ് ഇറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ.
ഇനിയും ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗ്രൂപ്പ് 3-ൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് 3 ഇവിടെ ശ്രദ്ധിച്ചു. ഗ്രൂപ്പ് 3-ൽ നിങ്ങൾ ഇവിടെ നോക്കി, ഇത് 57 നോക്കിയോ ലംദാനം. ഈ തൊട്ട് താഴെ 89. ഈ 57 കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത് ശരിക്കും ഇവിടെ നോക്കി, ഇവിടെ 21 കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് വന്നിരിക്കുന്നത് 22. ഇവിടെ 39 കഴിഞ്ഞിട്ട് എന്ത് വന്നിരിക്കുന്നത് 40. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് 57 കഴിഞ്ഞ് ഇവിടെ എത്ര വന്നിരിക്കുന്നത് 57 കഴിഞ്ഞിട്ട് 72 വന്നിരിക്കുന്നത്. അപ്പം ഈ 57 മുതൽ 71 വരെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവരെയാണ് ഇത് കണ്ടോ 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 72 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തൊട്ടടുത്തത് നോക്കി 89 കഴിഞ്ഞിട്ട് എത്ര 104 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കി 89 കഴിഞ്ഞ് അടുത്ത 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യും 104 ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നത് അറിയാമോ? ഇവരെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് വിളിക്കുക. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. ഓക്കെ. അപ്പോൾ അവിടെ നോക്കിക്കോണം, അതൊന്ന് വായിച്ചു. നോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വായിച്ചു ലാന്തനൈറ്റ്സ്, റെയർ എർത്ത് മെറ്റൽസ് എന്നാണ് പറയപ്പെടുന്നതിനെ. മിഷൽ ഇത് നെറ്റ് പോയായിരുന്നോ? ഇല്ല. കേട്ടായിരുന്നോ? ഈ പറഞ്ഞെല്ലാം കേട്ടായിരുന്നോ? കേട്ടു. ശരി ശരി. അപ്പം 4-ാമത്തെ പേജിലെ ഇതാണ് വായിക്കുന്നത്, നോക്കിക്കോളൂ. ലാന്തനൈറ്റ്സ്, റെയർ എർത്ത്, അതായത് ഗ്രൂപ്പ് 3 ഓഫ് 6th പീരീഡ് ആൻഡ് ആക്ടിനൈറ്റ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റൽസ്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. ഗ്രൂപ്പ് 3 ഓഫ് 7th പീരീഡ്. നോക്കി, ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലാന്തനൈറ്റ്സ് എത്രാമത്തെ പീരീഡിലാണ്? 6-ാമത്തെ പീരീഡിൽ 3-ാമത്തെ ഗ്രൂപ്പ്. ഇവിടെ 7-ാമത്തെ പീരീഡിൽ 3-ാമത്തെ ഗ്രൂപ്പ്. ഇവരെ നമ്മൾ ലാന്തനൈറ്റ്സ് എന്നാണ് പറയുന്നത്. ലന്താനം തൊട്ട് ലുട്ടീഷ്യം വരെയുള്ള ആൾക്കാരെ ലാന്തനൈറ്റ്സ് എന്നാണ് പറയുന്നത്. അവർ റെയർ എർത്ത് മെറ്റൽസ് എന്നാണ് പറയുക. ഇനി തൊട്ട് താഴെയുള്ള ആക്ടീനിയം, അതായത് ആക്ടിനൈറ്റ്സ് എന്ന് പറയുന്നത്. ആക്ടീനിയം തൊട്ട് ലോറൻസിയം വരെയുള്ള ആൾക്കാർ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ട് എലമെന്റ്സാണ്. ഇവരാണ് മറ്റേ റേഡിയോ, നമ്മൾ ആണവ ഊർജ്ജമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, ന്യൂക്ലിയർ ആറ്റം ബോംബ്, അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുറാനിയം എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് ഈ ന്യൂക്ലിയർ ബോംബൊക്കെ ആറ്റം ബോംബൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പോൾ അതായത് ചുമ്മാ ഇപ്പം എൻ്റെ കയ്യിൽ ഇതൊരു റേഡിയോ ആക്റ്റീവ് മെറ്റലാണ്, ഇതിങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനിയും ഇവരെ പറ്റി പറയുകയാണെങ്കിൽ, ഇനി താഴോട്ട് വരുവാണെങ്കിൽ 3rd പീരീഡ് എലമെന്റ്സ് സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ ആൻഡ് ക്ലോറിൻ. സമ്മറൈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദർ റെസ്പെക്റ്റീവ് ടിപ്പിക്കൽ എലമെന്റ്സ്. പറഞ്ഞുതരാം. അതിന് മുമ്പിൽ എന്തെങ്കിലും പറയാനാണോ നോക്കട്ടെ? They are shown at the bottom of the periodic table. They are large number if shown in the main body table. Okay. അപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആൾക്കാരെ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഇതിന്റെ ഷേപ്പ് എന്തായി പോകും? ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഒരു വല്ലാത്തൊരു ഷേപ്പായിട്ട് മാറുന്നതുകൊണ്ടാണ് അവരെ പൊക്കിയെടുത്ത് എന്ത് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കും ഡി ബ്ലോക്ക് എലമെന്റ്, എഫ് ബ്ലോക്ക് എലമെന്റ്, +1 പഠിക്കും. അപ്പം ഇവിടെ ഇതിന്റെ എല്ലാം ഡി സബ്ഷെൽ എന്ന് പറയുന്ന സബ്ഷെല്ലാണ് ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം എഫിലാണ്. അപ്പോൾ ഒരിക്കലും ഇതിനെ ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇവിടെ എടുത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് റിയൽ റീസൺ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് അവർ ആ ഷേപ്പ് ഡിസ്റ്റോർഷനുമായിട്ട് ബന്ധപ്പെട്ട റീസൺ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പറയാനുള്ളത് ഓക്കെ 3rd പീരീഡ് എലമെന്റ് സോഡിയം, അതേപോലെ തന്നെ പിന്നെ ഏതാ 3rd പീരീഡ് എലമെന്റ്? സോഡിയം. ഓക്കെ. സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. ഇവരെ നമ്മൾ ടിപ്പിക്കൽ എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇവർക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള എലമെന്റുകൾ അല്ലെങ്കിൽ കോമ്പൗണ്ടുകളെ പറ്റി നോക്കുവാണെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒക്കെ ഒരാളില്ലാത്ത കോമ്പൗണ്ടുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ നമ്മൾ ടിപ്പിക്കൽ എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ടിപ്പിക്കൽ എലമെന്റ്സ് പഠിച്ചു വെച്ചോണം. ചിലപ്പോൾ ടിപ്പിക്കൽ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കും. അല്ലെങ്കിൽ ഒരു MCQ തന്നിട്ട് ഫൈൻഡ് ദ ടിപ്പിക്കൽ എലമെന്റ് എമംഗ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പഠിച്ചു വെച്ചോണം. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? മിഷേലിന് ഓക്കെ ആണോ? അതെ. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി ഈ പീരിയോഡിസിറ്റി എന്താണ്? പീരിയോഡിസിറ്റി എന്ന് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞായിരുന്നു. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു ഫിക്സഡ് ഇന്റർവെൽ ഇടവിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ദ പ്രോപ്പർട്ടീസ് ദാറ്റ് റീഅപ്പിയർ അറ്റ് റെഗുലർ ഇന്റർവെൽ ഓർ ഇൻ വിച്ച് there is a gradual variation at regular interval and are called periodic properties and the phenomenon is known as periodicity of element. അതായത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, നോക്കിക്കോളൂ, എൻ്റെ ഇത് നോക്കിക്കോളൂ. ഇപ്പം നമ്മൾ ഇതൊരു പീരീഡാണ്, ഈ പീരീഡിന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതൊരു ഗ്രൂപ്പാണ്, ഈ ഗ്രൂപ്പിന് താഴോട്ട് വരുമ്പോഴോ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ടാകുവാണെങ്കിൽ എല്ലാം എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഇപ്പോൾ ഒരു ഫിക്സഡ് ഇൻ്റർവെൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് പീരീഡ് അല്ല, ഇത് ഫസ്റ്റ് പീരീഡ്, ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ 18th ഗ്രൂപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഇവിടെ വരുമ്പോൾ ഈ എലമെൻറ്റുമായിട്ട് ഒത്തിരി റിലേറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതേപോലെ ഈ 2 എലമെൻറ്റുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഈ 3 എലമെൻറ്റുമായിട്ടും റിലേറ്റ് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിനെ എന്താ വിളിച്ചത്, ആൽക്കലി മെറ്റൽ എന്നാണ് വിളിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ സ്വഭാവമല്ല ആൽക്കലി മെറ്റലിൻ്റെ. രണ്ടാമത്തെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നാണ് വിളിച്ചത്. അവരുടെ എല്ലാം സ്വഭാവം ഒരേ സ്വഭാവമാണ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കി, ഇപ്പം ഇത്രയും കഴിഞ്ഞിട്ട് വീണ്ടും വേണ്ടി ഇവിടെ വന്നപ്പം അല്ല ഇപ്പോട്ടെ ലിഥിയം നോക്കാം, ഇത്രയും കഴിഞ്ഞിട്ട് നിയോൺ കഴിഞ്ഞിട്ട് സോഡിയം വന്നപ്പോൾ കണ്ടോ അത് ലിഥിയമായിട്ട് മാച്ചിങ് കാണിച്ചു. ഇത്രയും ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ആർഗൺ കഴിഞ്ഞിട്ട് പൊട്ടാസ്യം വന്നപ്പോൾ വീണ്ടും ലിഥിയവും സോഡിയത്തിൻ്റെയും പ്രോപ്പർട്ടിയുമായിട്ട് മാച്ചിങ് പൊട്ടാസ്യം കാണിച്ചു. അപ്പോൾ ഒരേ പ്രോപ്പർട്ടിയിലുള്ള, അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ 7 ആൾക്കാർ ഇടവിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഈ പ്രോപ്പർട്ടീസ് സെയിം പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഈ ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീരിയോഡിസിറ്റി ഓഫ് എലമെന്റ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ അതിനകത്തല്ല, ഹൈഡ്രജൻ ആൽക്കലി അല്ല. ഹൈഡ്രജനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിനകത്ത് ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് അല്ല ഹൈഡ്രജനെ, ഫസ്റ്റ് ഗ്രൂപ്പുമായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് ഹൈഡ്രജനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുമിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തും അതുമായിട്ട് ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒറിജിനൽ റിയൽ ആയിട്ടുള്ള ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെയാണ് പെടുത്തിരിക്കുന്നതെങ്കിലും ആ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടല്ല വരച്ചിരിക്കുന്നത്, കുറച്ച് മുകളിലായിട്ടാണ് വരച്ചിരിക്കുന്നത്. കാരണം ഹൈഡ്രജന്റെ വാലൻസി +1 ആയതുകൊണ്ട് മാത്രമാണ് അവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ആ താഴെയുള്ള എലമെന്റുകളുടെ സ്വഭാവമായിട്ട് ഒരു മാച്ചിങ്ങും ഹൈഡ്രജൻ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. മനസ്സിലായോ മിഷേലെ? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ, കോസ് ഓഫ് പീരിയോഡിസിറ്റി ആണ്. കോസ് ഓഫ് പീരിയോഡിസിറ്റി ഇസ് ദ റെക്കറൻസ് ഓഫ് സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ. ഞാൻ നേരത്തെ വരച്ച് കാണിച്ചായിരുന്നു. നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തു. അതായത് ഇപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് ഇതിനകത്ത് തന്നെ കാണിക്കാൻ നോക്കാം. ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്, 2 ആണ്. തൊട്ട് താഴെയുള്ള സോഡിയം കോൺഫിഗറേഷൻ എത്ര, 281 ആണ്. തൊട്ട് താഴെയുള്ള പൊട്ടാസ്യം എന്താണ്, 2881 ആണ്. താഴോട്ട് വരുമ്പോഴും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്ര, 1 ആണ്. അപ്പം ഈ ഒരേപോലെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതുകൊണ്ടാണ് അവരെല്ലാം ഒരേ സ്വഭാവം കാണിക്കുന്നത്. അപ്പം ഈ എന്തുകൊണ്ട് പീരിയോഡിക് വരുന്നു, പീരിയോഡിക് പ്രോപ്പർട്ടീസ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇവൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള എല്ലാവർക്കും ഇലക്ട്രോൺസ് 1 ആണ്. എന്നാൽ തൊട്ടടുത്ത ഇവന്മാരുടെ എല്ലാം എന്താ, 2 ആണ്. ഇവന്മാരുടെ ഉള്ള എന്താ, 3 ആണ്. ഇത് 4 ആണ്, ഇത് 5 ആണ്, 6 ആണ്. അപ്പം ഇത്രയും നൈട്രജൻ കഴിഞ്ഞ് തിരിച്ച് ഇത്ര എലിമെന്റ് കഴിഞ്ഞ് നൈട്രജൻ്റെ താഴോട്ട് വരുമ്പോൾ ഫോസ്ഫറസിന് എത്ര ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ്, 5 തന്നെ. ഇനി സൾഫർ കഴിഞ്ഞ് ഇങ്ങനെ ഇത്രയും കറങ്ങി തിരിച്ച് ഫോസ്ഫറസിൻ്റെ അടിയിൽ ആർസനിക്ക് വരുമ്പോഴും അവൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് എത്രയാണ്, 5 തന്നെയാണ്. കണ്ടോ? അപ്പം ഇതാണ് പീരിയോഡിസിറ്റി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. എന്താ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇത് ഒരു ഫിക്സഡ് ഒരു യാത്ര ചെയ്തിട്ട് തിരിച്ച് അതിൻ്റെ താഴെ തന്നെ വരുമ്പോൾ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ കാണിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനിയും ഒരു കാര്യം ചെയ്യും, പീരിയോഡിസിറ്റി മുതൽ ജസ്റ്റ് ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുത്തോളൂ. പീരിയോഡിസിറ്റി മുതൽ എഴുതിയാൽ മതി. നോക്കിക്കോളൂ, ഇവിടെ മുതൽ ആ നോട്ട്സ് ക്ലിയർ ആയിട്ട് ഞാൻ ലെക്ചർ പോലെ ആയിരിക്കും എഴുതുന്നത്, നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതി വെക്കാൻ പോകുക. ശരിക്കും ICSE പഠിക്കുമ്പം നമുക്കൊരു സെപ്പറേറ്റ് നോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ICSEയുടെ ബുക്കിനകത്തും അല്ലാതെ വേറെ ഒരു സാധനം പോലും ചോദിക്കത്തില്ല. ഈ ബുക്കിനകത്തെ ഓരോ വേർഡ് പോലും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നോട്ട്സിന് ഇവിടെ വലിയ പ്രാധാന്യമില്ല.
കാരണം നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് എല്ലാ കാര്യങ്ങളും പഠിക്കണം. അത് ഞാൻ ലെക്ചർ പോലെ എഴുതി തരും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി. അപ്പോൾ ഇതിനകത്ത് വായിച്ച് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ലെക്ചർ പോലെ ജസ്റ്റ് ഇപ്പോൾ എഴുതി പഠിപ്പിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് മാർക്ക് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം നോക്കിയോ, പീരിയോഡിസിറ്റി മുതൽ വേണമെങ്കിൽ എഴുതിയെടുക്കാം. നോക്കിക്കോളൂ, പീരിയോഡിസിറ്റി ഈ ടെക്സ്റ്റിനകത്ത് തന്നെയാണ് എഴുതുന്നത് കേട്ടോ. അതിനകത്ത് വേറെ നിങ്ങൾക്ക് ഷോർട്ടാക്കി വേണമെങ്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് അണ്ടർലൈൻ ചെയ്താൽ മതിയോ? എങ്ങനെയാണ് മിഷേൽ പറഞ്ഞേ? എങ്ങനെയാണേലും ഓക്കെ, അല്ല ഇപ്പൊ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഈ ഷെല്ലിന്റെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ മുതലാണെങ്കിൽ നമുക്ക് നോട്ട് തരാനുള്ളതുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഈ ടെക്സ്റ്റിനകത്തെ പോലെ തന്നെയാണ് ഡെഫിനിഷൻ പഠിക്കേണ്ടതും അതിൻ്റെ ഓർഡർ എല്ലാം പഠിക്കേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ സാധനം തന്നെയാണ് അങ്ങോട്ട് തരാൻ പോകുന്നത്. അപ്പം ടെക്സ്റ്റിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഈ ചാപ്റ്റർ. ഓക്കെ, അടുത്ത ചാപ്റ്ററൊക്കെ കുറച്ച് പാടായതുകൊണ്ട് നമുക്കത് ചെയ്ത് പഠിപ്പിക്കണം. അപ്പോൾ അതെന്തായാലും ഞാൻ എഴുതി പഠിപ്പിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിച്ചോളൂ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ പീരിയോഡിസിറ്റിയുടെ കോസ് പറഞ്ഞു. എന്താ മിഷേലെ പീരിയോഡിസിറ്റിയുടെ കോസ്? എന്താ പീരിയോഡിസിറ്റി ഉണ്ടാകാൻ കാരണം? എന്താ? റിയക്കറൻസ് ഓഫ് സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ സിമിലർ ഒക്കറൻസ് ആണ് അതിന് കാരണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് സെയിം ആകുന്നു എന്നുള്ളതാണ് അതിന്റെ റീസൺ. ഇനി നോക്കിയേ, അതിന്റെ താഴോട്ടൊന്ന് വെച്ചാൽ ഇൻ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് റിമൈൻസ് സെയിം. Electronic configuration is similar. Since the chemical properties of element depends upon the number of electrons in their outermost shell, thus the element of same group have similar properties. Electronic configuration same ആണെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് നോക്കിയോ, ഷെൽ ആൻഡ് വാലൻസി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഷെൽ ആൻഡ് വാലൻസി നോക്കിയോ. അപ്പം ഷെല്ല് അഥവാ ഓർബിറ്റ് എന്നും പറയും കേട്ടോ. ഷെൽ അഥവാ ഓർബിറ്റ് എന്നും പറയും. ഓർബിറ്റ് എഴുതിയില്ലേ കുഴപ്പമില്ല, ഇതിനകത്തെ സാധനം പറയുന്നത് കേട്ടോ, ഇതാ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഓർബിറ്റ് ആൻഡ് വാലൻസി. എന്താണ് ഓർബിറ്റ്? ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം, നമ്മൾ ഇന്നലെ ആറ്റത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ആറ്റം എന്താണ്. ആറ്റം എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്. അതിനകത്ത് ഞാൻ സൂം ചെയ്ത് പോവുകയാണെങ്കിൽ അതിനകത്തൊരു ന്യൂക്ലിയസ് കാണും, ചുറ്റിനും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ഷെൽ അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്ത്, അതായത് ഇലക്ട്രോൺസ് റിവോൾവ് around a nucleus in a circular path, circular path known as എന്താണ്? ഓർബിറ്റ് എന്ന് പറയും അഥവാ ഷെൽ എന്ന് പറയും. നമ്മളിപ്പോൾ വരച്ച് കാണിച്ചത് സോഡിയത്തിന് സോഡിയം ന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് ഒന്നാമത്തെ ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്, ഇത് മൂന്നാമത്തെ ഷെല്ല്. ഓക്കെ, ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം നമുക്ക് 8 ഇലക്ട്രോൺസ് വരെ അക്കോമഡേറ്റ് ചെയ്യാം, മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. എപ്പോഴും ആലോചിച്ചോണം, ഈ ഓർബിറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 4 ടൈപ്പ് ഷെല്ലിനെ പറ്റി പഠിക്കാനുണ്ട്. 1 കെ ഷെല്ല്, 2 എൽ ഷെല്ല്, 3 എം ഷെല്ല്, 4 എൻ ഷെല്ല്. കെ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2, എൽ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8, എം ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 18, എൻ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 32. ഇത് പഠിക്കാം, ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 9ാം ക്ലാസ് പഠിച്ചതാണ്, അത് ചോദിക്കാറുണ്ട്. എന്നാൽ ഇതിനകത്ത് ഇത്രയും തന്നെ വരുമോ? ഇല്ല, അത് ആ എലിമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ അനുസരിച്ച് എന്ത് ചെയ്യത്തുള്ളൂ, ഇലക്ട്രോൺസ് ഫില്ലാകത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി അടുത്തത് നമുക്ക് ഈ പറഞ്ഞ എന്താണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്, നമ്പർ ഓഫ് ഷെല്ലിനെ പറ്റി ഒന്ന് പറയാം. വാലൻസി അടുത്തൊരു ടോപ്പിക്കാണ്. നമ്പർ ഓഫ് ഷെല്ലിനെ പറ്റി പറയാം. നമ്പർ ഓഫ് ഷെല്ലിനെ പറ്റി പറയുന്ന സമയത്ത് നോക്കിക്കോളൂ, നമ്പർ ഓഫ് ഷെല്ലിനെ പറ്റി പറയാം. നമ്പർ ഓഫ് ഷെല്ലിനെ പറ്റി പറയുന്ന സമയത്ത് ഡൗൺ എ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെല്ലിന് എന്താ സംഭവിക്കുക? ഡൗൺ എ ഗ്രൂപ്പ് എന്തായിരിക്കും സംഭവിക്കുക? മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും ഷെല്ലിൻ്റെ എണ്ണം കൂടുകയോ കുറയോ സെയിം ആയിട്ട് നിൽക്കും. കാരണം ഹൈഡ്രജൻ 1 ഇലക്ട്രോണേ ഉള്ളതുകൊണ്ട് ഒരു ഷെല്ലിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാം. ലിഥിയത്തിന് 3 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് KLMൻ്റെ അക്കോമഡേഷൻ വെച്ചിട്ട് 2 ഷെല്ല് വേണ്ടി വരും ഇല്ലേ? ഹൈഡ്രജൻ 1 ഷെല്ല് മതി, ലിഥിയത്തിന് 2 ഷെല്ല് വേണം, സോഡിയത്തിന് 11 എണ്ണം ഉള്ളതുകൊണ്ട് 3 ഷെല്ല് വേണം, പൊട്ടാസ്യത്തിന് 19 എണ്ണം ഉള്ളതുകൊണ്ട് 4 ഷെല്ല് വേണം. അങ്ങനെ മുകളിൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഡൗൺ എ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെല്ല് എന്താ ചെയ്യുന്നത്? നമ്പർ ഓഫ് ഷെല്ലിന് എന്ത് സംഭവിക്കുന്നു? നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആണോ മിഷേലേ? ഓക്കെ. ഇനി അക്രോസ് എ പീരീഡ് നോക്കുവാണെങ്കിലോ,
എക്രോസ് എ പീരീഡ്, അതായത് എക്രോസ് എ പീരീഡ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഈ പീരിയോഡിക് ടേബിളിൻ്റെ നമുക്ക് സോഡിയത്തിൻ്റെ പീരീഡ് തന്നെ എടുക്കാം. സോഡിയം എണ്ണയുടെ നമ്പർ ഓഫ് ഷെൽ എത്രയാണ്? എണ്ണയുടേത് 2, 8, 1 ആണ്. ആണോ? സോഡിയം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് എന്താ? മഗ്നീഷ്യമാണ്. എത്രയാണ്? 2, 8, 2 ആണ്. അത് കഴിഞ്ഞിട്ട് എത്രയാണ്? അത് കഴിഞ്ഞിട്ട് എന്താണ്? അലൂമിനിയം ആണ്. എത്രയാ? 2, 8, 3 ആണ്. അത് കഴിഞ്ഞിട്ട് സിലിക്കൺ ആണ്. എത്രയാ? 2, 8, 4 ആണ്. അത് കഴിഞ്ഞിട്ട് ഫോസ്ഫറസ് ആണ്. 2, 8, 5 ആണ്. അത് കഴിഞ്ഞിട്ട് ക്ലോറിൻ ആണ്. 2, 8 ക്ലോറിൻ അല്ല, സൾഫർ അല്ലേ? 2, 8, 6. അത് കഴിഞ്ഞ് ക്ലോറിൻ 2, 8, 7. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ? ഈ പീരീഡ് അക്രോസ് ആയിട്ട് പോയപ്പോൾ ഷെല്ലിൻ്റെ എണ്ണത്തിന് വ്യത്യാസമുണ്ടോ? ഇല്ല. ഷെല്ലിൻ്റെ എണ്ണം റിമെയിൻസ് എന്താ? സെയിം. അപ്പം അക്രോസ് എ പീരീഡ് നമ്പർ ഓഫ് ഷെൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ഷെൽ റിമെയിൻസ് എന്താണ്? റിമെയിൻസ് സെയിം ആയിരിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് വാലൻസി. നമ്പർ ഓഫ് ഷെല്ലിനെ പറ്റി പറഞ്ഞു. രണ്ടാമത് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് വാലൻസിയെ പറ്റിയാണ്. എന്താ ഈ വാലൻസി? വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ ദിവ്യ? വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ പഠിച്ചു പറയാനല്ല പറഞ്ഞു. അതിൻ്റെ അർത്ഥം എല്ലാം ആരോടും പറയൂ. ഇപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനാണ് വാലൻസി എന്ന് പറയുന്നത്. ഉറപ്പാണോ? എത്ര? ഓക്കെ. മിഷേൽ പറഞ്ഞു. മിഷേലിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞേ. Number of shells. അല്ല, ഒന്നുകൂടെ പറഞ്ഞു. Number of electron in the outermost shell. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ക്ലോറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് 7 ആണ്. ക്ലോറിന്റെ വാലൻസി 7 ആണോ? ആണോ മിഷേലെ? അല്ല. അപ്പൊ അങ്ങനെയല്ല വാലൻസി നോക്കുന്നത്. വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെന്റ് ആണ്, അല്ലെ? ഒരു ആറ്റം. അത് ആദ്യം ബേസിക് ആയിട്ട് പറയാം. അത് ഈ കാണാപ്പാടം പഠിക്കാൻ മാത്രമേ അത് കൊള്ളത്തുള്ളൂ. അതിന്റെ അർത്ഥം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാലൻസി. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും മനസ്സിലാവുമോ? ഇല്ല. അപ്പൊ എന്താണെന്ന് പറയാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ സോഡിയം Na 11 ആറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? സ്റ്റേബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ സ്റ്റേബിൾ ആവുന്ന എപ്പോഴാണ്? നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കുമ്പോഴോ നമ്മളിങ്ങനെ കിടക്കുമ്പോഴോ ആണ് നമ്മൾ സ്റ്റേബിൾ ആവുന്നത്. ആണോ മിഷേലെ? ആണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റെബിലിറ്റിക്ക് വേറെ എന്തെങ്കിലും അർത്ഥം വല്ലതും ഉണ്ടോ? അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന അവസ്ഥ വേറെ ഏതെങ്കിലും ഒരു അവസ്ഥ പറയാൻ പറ്റുമോ? നമ്മൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന അവസ്ഥ ഉറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ. നമ്മൾ പള്ളിയിൽ പോവാം. നമ്മൾ പള്ളിയിൽ അത്രയും നടന്നു ചെന്നിട്ട് പള്ളിയിൽ ചെന്നിട്ട് ആദ്യം തിരക്കുന്നത് എന്തുമായിരിക്കും? ആ കസേരയായിരിക്കും തിരക്കുന്നത്. ശരിയല്ലേ? അമ്പലത്തിൽ പോവാ. അമ്പലത്തിൽ പോയിട്ട് ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് വരുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കാം, ഇല്ലയോ? സ്കൂളിൽ നിന്ന് നടന്നു വന്ന് വീട്ടിൽ ആദ്യം നമ്മൾ എന്തായിരിക്കും നോക്കുന്നത്? ആ സെറ്റിയെ പോയിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാനായിരിക്കും ശ്രമിക്കുന്നത്. ഇല്ല, സെറ്റിയെ പോയിട്ട് ബാഗ് ഒരു സൈഡിലോട്ട് ഒറ്റ എന്നിട്ട് നമ്മൾ പോയിട്ട് ആ സെറ്റിയെ പോയിട്ട് ഇരുന്ന് TV കാണും. ആണോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാനായിരിക്കും. അതോ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോയിട്ട് ഞാൻ എന്നാ ഇനി ഇരിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് നിൽക്കാൻ പോവാം, അങ്ങനെയാണോ? അല്ല. ആദ്യം എന്താ ചെയ്യുന്നത്? ബാഗൊക്കെ എവിടെയെങ്കിലും പോയിട്ട് ഒന്നിരിക്കും. സ്കൂളിൽ ചെന്നിട്ട് എന്തോ ആദ്യം ചെയ്യുന്നത്? സ്കൂളിൽ ചെന്നിട്ട് നേരെ പോയിട്ട് ആ ബെഞ്ചിൽ പോയിട്ട് ഇരിക്കും, ബാഗ് എവിടെയെങ്കിലും വെച്ചിട്ട്. ആണോ? നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലയോ? അപ്പം നമ്മൾ സ്റ്റേബിൾ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ സ്റ്റേബിൾ ആവുന്നത് നിൽക്കുമ്പോൾ, എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുമ്പോഴോ ആണ്. ശരിയല്ലേ? ഇപ്പോൾ പഠിക്കാൻ കട്ടിലയിലോട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴത്തെ ഇങ്ങനെ ഇരിക്കും. ആദ്യം ആ കട്ടിലിൽ അതിലോട്ട് ഇങ്ങനെ ഒന്ന് ചാരും, പിന്നെ പെതുക്കെ ഇങ്ങനെ ആയിട്ട് പെതുക്കെ ഇങ്ങനെ കിടക്കും. കാരണം നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ബോഡി സ്റ്റേബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ എലമെന്റുകളുടെയും ആഗ്രഹം സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ്. ഇപ്പം ഈ സോഡിയം സ്റ്റേബിൾ ആണോ? ഏതൊരു എലമെന്റ് സ്റ്റേബിൾ ആവണമെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടിരിക്കുമ്പോഴാണ് അത് സ്റ്റേബിൾ ആവുന്നത്.
ഇപ്പം സോഡിയത്തിനെ സംബന്ധിച്ച് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഫുള്ളി ഫിൽഡ് ആണോ? അല്ല. ഫുള്ളി ഫിൽഡ് ആവണേ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ 7 ഇലക്ട്രോണിനെ വാങ്ങണം, അല്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ കൊടുക്കണം. ആണോ? 7 ഇലക്ട്രോണിനെ വാങ്ങണം, അല്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ കൊടുക്കണം. അപ്പം ഈ 7 ഇലക്ട്രോണിനെ 7 ഇലക്ട്രോണിനെ വാങ്ങുന്നതാണോ 1 ഇലക്ട്രോണിനെ കൊടുക്കുന്നതാണോ നല്ലത്? ഓക്കെ. അപ്പോൾ 1 ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡിയം, പിന്നെ സോഡിയത്തിനകത്ത് ഇപ്പം എത്ര, ആറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അതിനകത്ത് 11 ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ്. ആണോ? അല്ലേ അർത്ഥം? എന്നാൽ അതിനകത്ത് 11 പ്രോട്ടോണും കൂടെ ഉണ്ടെന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ശരിയാണോ? ആണോ മിഷേലെ? ആറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ അതിനർത്ഥം എന്തുവാ? രണ്ടർത്ഥമുണ്ട്. അതിനകത്ത് പ്രോട്ടോണിന്റെ എണ്ണവും 10 ആണ്, ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 10 ആണെന്ന് അർത്ഥമുണ്ട്. സോ ആറ്റോമിക് നമ്പർ 11 ആണ് 11, 10 ആണ് 10. ഓക്കെ ആണല്ലോ? ഇപ്പം ഇവിടെ നിന്നാണ് ഞാൻ 1 ഇലക്ട്രോൺ എടുത്ത് കളഞ്ഞത്. അപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായി? സ്റ്റേബിൾ ആക്കാൻ വേണ്ടി 1 ഇലക്ട്രോൺ കളഞ്ഞു. ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായി? 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? 10. പക്ഷെ പ്രോട്ടോണിന്റെ എണ്ണം എത്ര തന്നെ? അപ്പം 11. അപ്പോൾ ഇവിടെ ചാർജിന്റെ വേരിയേഷൻ, ഇലക്ട്രോൺ എല്ലാം നെഗറ്റീവ് ചാർജും പ്രോട്ടോൺ എല്ലാം പോസിറ്റീവ് ചാർജും. അപ്പോൾ ഇവിടെ ഏത് ചാർജാണ് കൂടി നിൽക്കുന്നത്? പോസിറ്റീവ്. എത്ര പോസിറ്റീവ് ചാർജാണ് കൂടി നിൽക്കുന്നത്? 1. അപ്പം അതുകൊണ്ടാണ് അവനെ നമ്മൾ എന്നെ എഴുതിയിട്ട് വേണ്ട മണ്ടയ്ക്ക് 1+ എന്ന് എഴുതുന്നത്. നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർമാർ എന്തോ പഠിപ്പിച്ചിരിക്കുന്നത്? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് കൊടുക്കുക, ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ നെഗറ്റീവ് കൊടുക്കുക. അത് കാണാപ്പാഠം പഠിക്കുന്ന രീതിയാണ്. ശരിക്കും ഇതാണ് സംഭവിക്കുന്നത്. പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലൊരു ഇംബാലൻസ് സംഭവിക്കുമ്പോൾ അത് ചാർജായിട്ട് മുകളിൽ കയറും. ഇനി ഇവിടെ സ്റ്റേബിൾ ആവാൻ വേണ്ടി എത്ര ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തു? അപ്പം അതിന്റെ വാലൻസി എന്തായിരിക്കും? 1 ആയിരിക്കും. വാലൻസി പറയുമ്പോൾ ഒരിക്കലും ചാർജ് പറയത്തില്ല. മനസ്സിലായോ? വാലൻസി 1. ഇപ്പോൾ 1 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാലൻസി എത്ര? 1. വേറെ ഉദാഹരണം നോക്കാം. ക്ലോറിൻ 17, ആറ്റോമിക് നമ്പർ എത്ര? 17 ആണ്. അപ്പം അതിനർത്ഥം എന്താ? അതിനകത്ത് 17 പ്രോട്ടോണും 17 ഇലക്ട്രോണും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7 അല്ലേ? അങ്ങനെയാണ്. സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം മിഷേലെ? സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം? 7 എണ്ണം കൊടുക്കണോ? ഒരെണ്ണം മേടിക്കണം? ഒരു ഇലക്ട്രോണിനെ മേടിക്കണം. അങ്ങനെ ഞാൻ 1 ഇലക്ട്രോണിനെ മേടിച്ചപ്പോൾ ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം എത്ര? പ്രോട്ടോണിന്റെ എണ്ണത്തിന് വേരിയേഷൻ ഉണ്ടോ? ഇല്ല. പ്രോട്ടോൺ 17 തന്നെ അല്ലേ? ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായി? 18 ആയി. അപ്പം ഇവിടെ ഏത് ചാർജാണ് ഇപ്പൊ കൂടി നിൽക്കുന്നത്? നെഗറ്റീവ് ചാർജ്. അതാണ് ക്ലോറിന്റെ മണ്ടയ്ക്ക് ചാർജ് ആയിട്ട് Cl1- വരുന്നത്. അപ്പോൾ ഇവിടെ 1 ഇലക്ട്രോണിനെ മേടിച്ചതുകൊണ്ട് എന്താണ്? അവിടെ വാലൻസി 1. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വാലൻസി എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ മിഷേലിന്? ഓക്കെ. ഇവിടെ രണ്ടുപേർക്കും മനസ്സിലായോ? ഓക്കെ. 284 ആണ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ളത് ഓൾറെഡി സ്റ്റേബിൾ ആണ്. കാരണം ഹാഫ് ഫിൽഡ് ഷെൽസ് ആർ ഓൾറെഡി സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇലക്ട്രോണിനെ കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പം ഇപ്പോൾ കാർബണിനെ സംബന്ധിച്ച് ഇപ്പം നോക്കിയേ, കാർബണിൻ്റെത് 6 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4. ഈ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ്? 4 ആണ്. സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 4 എണ്ണം വാങ്ങിക്കുകയോ 4 എണ്ണം കൊടുക്കുകയോ ചെയ്യണം. പക്ഷേ ഈ 4 എണ്ണം കൊടുക്കുകയും ചെയ്യേണ്ട, വാങ്ങിക്കുകയും ചെയ്യത്തില്ല. കാരണം എന്താ? ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് അവർ സ്റ്റേബിൾ ആണ്. അപ്പം അവർ ഇലക്ട്രോണിനെ എന്ത് ചെയ്യത്തില്ല? ഗെയിനോ ലോസോ ചെയ്യത്തില്ല. പകരം എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. പക്ഷേ വാലൻസി എന്തെന്നാണ് പറയുന്നത്? ടെട്രാ വാലന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. വാലൻസി 4 എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യത്തില്ല? 4 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യത്തില്ല. പകരം ഷെയർ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഷെയർ ചെയ്തുണ്ടാക്കുന്ന ബോണ്ട് കോവാലന്റ് ബോണ്ടാണ്. അത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ ബേസിക്സ് ഒക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നല്ല രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ?